ഈ അമിതമായിട്ടുള്ള ഈ ഗെയിം അടിമത്തം മൂലം ഒരു 3-4 പ്രധാന പ്രശ്നങ്ങൾ കുട്ടികളിലുണ്ടാവുന്നുണ്ട്. ഒന്ന്, ഒരു സാമൂഹിക വിച്ഛേദനമാണ്, ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ. ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല, കളിക്കാൻ പോകാൻ തോന്നുന്നില്ല, ആശയവിനിമയം നടത്താൻ തോന്നുന്നില്ല, സൗഹൃദങ്ങളിൽ താല്പര്യമില്ല, വ്യക്തിബന്ധങ്ങളിൽ താല്പര്യമില്ല, കുടുംബ ബന്ധങ്ങൾ താല്പര്യമില്ല, ആരോടും മിണ്ടാതെ ആകുന്നു. അപ്പോൾ അവൻ്റെ സംസാര രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഈ ഓൺലൈൻ സ്വാധീനങ്ങൾ വരികയാണ്. ചില പ്രത്യേകതരം ശൈലിയിലുള്ള വാക്കുകൾ, അത് 1-2 വാക്കുകൾ മാത്രം പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ ഉറക്കം കുറഞ്ഞു പോകുന്നതാണ്. രാത്രിയിൽ വളരെ വൈകി മാത്രം ഇവർ ഉറങ്ങുന്നത് മൂലം ശരിക്കും ഒരു 7 മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കം ഈ പ്രായത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷേ 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒക്കെയാണ് ഇവർക്ക് ഒരു ദിവസം ഉറക്കം കിട്ടുന്നത്. ഇതുമൂലം പകൽ സമയത്ത് പഠിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കാൻ പറ്റുന്നില്ല. അത് ഓർമ്മക്കുറവിലേക്ക് നയിക്കുന്നു. അത് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയും ഒരു അക്കാദമികമായ പിന്നോക്കാവസ്ഥ വരുന്നൊരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുമ്പോൾ അത് സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നു. അത് പെട്ടെന്നുള്ള ദേഷ്യവും അക്രമവും അത്തരത്തിലുള്ള പല രൂപങ്ങളിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഈ ഓൺലൈൻ ഗെയിമുകളുടെ വേഗത വളരെ ഭയങ്കരമാണ്, അതിചടുലമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ ചടുലതയുമായിട്ട് അവരുടെ തലച്ചോറങ്ങ് സമരസപ്പെട്ടതുകൊണ്ട് അതിൽ കുറഞ്ഞ വേഗതയുള്ള ഒന്നും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഒരു യൂട്യൂബ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഡബിൾ സ്പീഡ് ഇട്ടാലേ കാണാൻ പറ്റൂ. ക്ലാസ്സിലിരിക്കുമ്പോൾ ബോറടിക്കുകയാണ്, ഉറക്കം വരുന്നു. കാരണം ക്ലാസ്സിലെ അധ്യാപകർ പറയുന്ന വേഗവുമായിട്ട് ആ തലച്ചോറിന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അത് ശ്രദ്ധക്കുറവിന് കാരണമാകുന്നു. അതും പഠനത്തിലെ പിന്നാക്കാവസ്ഥയിലേക്ക് നയിക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ഈ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ വരുമ്പോൾ അമിതമായ ഭക്ഷണം, അത് പലപ്പോഴും ജങ്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക, വ്യായാമമില്ലാതെ വരിക തുടങ്ങിയത് പലതരത്തിലുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും.